ഹലോ ആൾ. ഡോട്ട് നെറ്റ് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ASP.NET Core MVC ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് MVCയെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ജസ്റ്റ് തിയറി പാർട്ട് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ ASP.NET Core MVCയുടെ തിയറി പാർട്ട് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് MVC എന്താണെന്ന് നോക്കാം. MVC പഴയ .NET ഫ്രെയിംവർക്കിലും അവൈലബിൾ ആണ്. .NET Core MVCയും ഏതാണ്ട് അതിൻ്റെ സ്ട്രക്ചർ എല്ലാം തന്നെ സെയിം തന്നെയാണ്. നമുക്ക് നേരത്തെ MVC ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് MVC എന്താണെന്ന് നോക്കാം. MVC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ മോഡൽ വ്യൂ കൺട്രോളർ എന്ന് ആണ് MVCയുടെ ഫുൾ ഫോം. അതായത് മോഡൽ വ്യൂ കൺട്രോൾ 3 പാർട്ട് ഉണ്ടാവും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു MVC ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡീഫാൾട്ട് നമുക്ക് 3 ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. കൺട്രോളർ, മോഡൽ, വ്യൂ. അതായത് ഇത് MVC ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് മോഡൽ, വ്യൂ, കൺട്രോളർ എന്ന് പറഞ്ഞ് 3 ഫോൾഡർ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് MVC എന്നും ഈ MVC ഫോൾഡർ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. MVC നമ്മൾ പറഞ്ഞു മോഡൽ, വ്യൂ, കൺട്രോളർ ആണ്. അപ്പോൾ 3 പാർട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനെ മെയിനായിട്ട് 3 പാർട്ടായിട്ട് തിരിക്കും. മോഡൽ, വ്യൂ, കൺട്രോളർ. ഇതൊരു ആർക്കിടെക്ചറൽ ഡിസൈൻ പാറ്റേൺ ആണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനെ മെയിനായിട്ട് 3 ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ് കമ്പോണൻസ്? മോഡൽ, വ്യൂ, കൺട്രോളർ എന്ന 3 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ പാറ്റേൺ ആണ് MVC എന്ന് പറയുന്നത്. നമുക്ക് ഈ ആർക്കിടെക്ചർ അതായത് MVC എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ പാറ്റേൺ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേഷൻ ഓഫ് കൺസേൺ അച്ചീവ് ചെയ്യാൻ പറ്റും. സെപ്പറേഷൻ ഓഫ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ മെയിനായിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഓരോ പാർട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് മോഡൽ, വ്യൂ, കൺട്രോളർ. അപ്പോൾ സെപ്പറേഷൻ ഓഫ് കൺസേൺ നമുക്ക് എങ്ങനെ ചെയ്യാം? MVC എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ പാറ്റേൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേഷൻ ഓഫ് കൺസേൺ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് MVCയിലെ മോഡൽ, വ്യൂ, കൺട്രോളർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പറഞ്ഞു MVCക്കകത്ത് മെയിനായിട്ട് 3 പാർട്ടാണ്. മോഡൽ, വ്യൂ ആൻഡ് കൺട്രോളർ. നമുക്ക് ആദ്യമായിട്ട് MVCയിലെ മോഡൽ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് MVC ആപ്ലിക്കേഷനിലെ മോഡൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MVCയിലെ മോഡൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇതിന് മാത്രമല്ല നമ്മൾ അത് കൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ലോജിക്കോ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ ലോജിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മോഡലിനകത്തായിരിക്കും എഴുതുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എംപ്ലോയി എന്ന് പറയുന്നൊരു ടേബിളുണ്ട്. എംപ്ലോയിക്കകത്ത് 5 ഫീൽഡുണ്ട്. അപ്പോൾ ഈ 5 ഫീൽഡിനെ നമുക്ക് നമ്മൾ മോഡലായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ എംപ്ലോയിക്കകത്തുള്ള ഡേറ്റ ഇൻസെർട്ട് ചെയ്യാനും റീഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ബിസിനസ് ലോജിക് അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ലോജിക്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈ മോഡലിനകത്ത് തന്നെയായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദി ആപ്ലിക്കേഷനും ബിസിനസ് ലോജിക്കും നമ്മൾ എഴുതുന്നത് മോഡലിനകത്താണ്. നമുക്ക് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ റിയൽ ടൈം ആപ്ലിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് 2 ടൈപ്പിലുള്ള മോഡൽസ് നമ്മൾ സാധാരണഗതിയിൽ എഴുതും. ഒന്ന് ഡേറ്റ മോഡൽ, 2 വ്യൂ മോഡൽ. ഡേറ്റ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റാബേസിലുള്ള ഫീൽഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ക്ലാസ് നമ്മൾ എഴുതുന്നതിനാണ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. വ്യൂ മോഡൽ എന്ന് പറയുന്നത് ഒരു വ്യൂവിൽ നമുക്ക് ഏതൊക്കെ ഫീൽഡ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ആ ഡിസ്പ്ലേ ചെയ്യുന്ന വ്യൂവിന് കറസ്പോണ്ടൻസ് ആയിട്ട് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വ്യൂ മോഡൽ. അതായത് മെയിനായിട്ട് 2 മോഡലാണ്, ഡേറ്റ മോഡലും വ്യൂ മോഡലും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കമ്പോണൻ്റ് ആണ് വ്യൂ എന്ന് പറയുന്നത്. വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസർ ഇൻ്റർഫേസ് ആണ്. അതായത് യൂസറിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതാണ് വ്യൂ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്പോണൻസ് ആണ് കൺട്രോളർ. കൺട്രോളർ ആണ് MVCയിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ്. കൺട്രോളറിൻ്റെ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് കൺട്രോളറാണ് ഇൻകമിംഗ് HTTP റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസർ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്യുന്നത് കൺട്രോളറാണ്. അതുപോലെ മോഡലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കൺട്രോളറാണ്. അതുപോലെ തന്നെ ഈ മോഡലിനെ നമ്മുടെ വ്യൂവിലോട്ട് പാസ് ചെയ്യുന്നതും കൺട്രോളറാണ്. ഇപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് നമ്മുടെ MVC ആപ്ലിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ അത് ഹിറ്റ് ചെയ്യുന്നത് കൺട്രോളറിലാണ്. അപ്പോൾ കൺട്രോളർ അത് എന്താ ചെയ്യുക, ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് ഏതെങ്കിലും മോഡൽ ബൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ മോഡൽ ബൈൻഡ് ചെയ്ത് അതിനകത്ത് ഡേറ്റ ലോഡ് ചെയ്തിട്ട് ഏത് വ്യൂ ആണോ ആ വ്യൂവിലേക്ക് ആ മോഡൽ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ MVC ആപ്ലിക്കേഷനിൽ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ കൺട്രോളറാണ് ഇനിഷ്യൽ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺട്രോളറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് അതിൻ്റെ അപ്രോപ്രിയേറ്റ് മോഡൽ അത് ലോഡ് ചെയ്യുകയും അത് പർട്ടിക്കുലർ വ്യൂവിലേക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യുകയും ചെയ്യുന്നത് കൺട്രോളറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് MVCയെ പറ്റി ഉള്ള ഒരു ഇനിഷ്യൽ ഓവർവ്യൂ തരാനുള്ളത്.
അപ്പം കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ പോകുന്ന പ്രോജക്റ്റ് ചെയ്തു വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ എം വി സിയിലെ റൗട്ടിംഗ് എന്താണെന്ന് നോക്കാം.